പെട്ടെന്നായിരുന്നു വിളി വന്നത്. ഞാൻ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ പാക്ക് ചെയ്യുന്നതും. ഞാൻ സുധിച്ചേട്ടൻ്റെ അടുത്ത് വന്നതിന് ഒരു കാരണമുണ്ട്. പെട്ടെന്നായിരുന്നു ബിഗ് ബോസ് എന്ന് വലിയൊരു ഹൗസിലേക്ക് എന്നെ വിളിച്ചത്. കുറച്ച് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കാനിരിക്കുന്നതിനും 20 മിനിറ്റ് മുമ്പ് നമ്മുടെ രേണു സുധിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോയിൽ നമ്മുടെ രേണുവിൻ്റെ ചേച്ചിയും കൂടെ സുധിച്ചേട്ടൻ്റെ കല്ലറയുടെ അടുത്ത് നിന്നുകൊണ്ട്, പുള്ളി എവിടെയാണോ അടക്കിയത് അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതിനകത്തെ മെയിൻ പോയിന്റ്, രേണു ബിഗ് ബോസിലേക്ക് പോവുകയാണ്, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് സംസാരിക്കുന്ന രേണുവിൻ്റെ ചേച്ചിയും മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ജനങ്ങൾ പൊട്ടന്മാരല്ല കേട്ടോ. രേണു അതിനകത്തിരിക്കുക, ഇപ്പം നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. പക്ഷെ രേണുവിൻ്റെ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ, ചേച്ചി, ജനങ്ങൾ പൊട്ടന്മാരല്ല, അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് രേണു പുറത്തോട്ട് വരുമ്പം അവരോടും കൂടെ പറഞ്ഞു കൊടുക്കുക. ഈ യൂട്യൂബ് ചാനൽ വഴി തന്നെ ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് തലേ ദിവസം രേണുവും ചേച്ചിയും കൂടെ ഇരുന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കോളൊന്നും വന്നിട്ടുള്ള ബിഗ് ബോസിൽ നിന്ന്, ഇനി അഥവാ വിളി വന്നാൽ നാം പോകും എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ചേച്ചി, ഞാൻ വീണ്ടും പറയുന്നു, ജനങ്ങൾ മണ്ടന്മാരല്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് ഇപ്പം ഇന്നലെയാണ് ഗ്രാൻഡ് ലോഞ്ച് നടന്നത്. ശനിയാഴ്ച നിങ്ങളുടെ പെങ്ങളെ വിളിച്ചിട്ട് ഒരിക്കലും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങളുടെ പെങ്ങളെ വിളിച്ചിട്ട് ഒരിക്കലും പറയത്തില്ല നിങ്ങൾ സെലക്ട് ആണ്, വണ്ടി പിടിച്ച് കയറി പോരാൻ ഒരിക്കലും പറയത്തില്ല. ജനങ്ങൾ പൊട്ടന്മാരല്ല. ഓക്കെ, പിന്നെ ഇതൊക്കെ ഒരു കാട്ടിക്കോട്ട്, അതല്ല സംഗതി, മനസ്സിലാവും. അപ്പൊ എന്താണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കാണുമല്ലോ, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ രേണുവിൻ്റെ ചേച്ചിയും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ സുധിച്ചേട്ടൻ്റെ അടുത്ത് വന്നതിന് ഒരു കാരണമുണ്ട്. പെട്ടെന്നായിരുന്നു ബിഗ് ബോസ് എന്ന് വലിയൊരു ഹൗസിലേക്ക് എന്നെ വിളിച്ചത്. അപ്പം എൻ്റെ ലൈഫിൽ എന്ത് നല്ല കാര്യം വന്നാലും എനിക്കത് സുധിച്ചേട്ടനെ അടുത്ത് വന്ന് അറിയിക്കാനും ഏട്ടൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനും, എന്തായാലും എനിക്കതാണ് എൻ്റെ തീരുമാനവും ഇഷ്ടമൊക്കെ അതാണ്. അതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്, ഏട്ടൻ്റെ അടുക്കൽ. ബാക്കി നമുക്ക് കേൾക്കാമേ. ഏട്ടൻ്റെ അടുക്കൽ എന്തിനാ ചെന്നതെന്നൊക്കെ ചേച്ചി പറയുന്ന കേട്ടല്ലോ. ബിഗ് ബോസിൽ നിന്ന് പെട്ടെന്നൊരു വിളി വരുമായിരുന്നു, മനസ്സിലായ? പെട്ടെന്ന് വിളി വരുമായിരുന്നു. ബിഗ് ബോസ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം എങ്ങാണ്ടാണ് ചേച്ചിയുടെ ചാനലിൽ വേറൊരു വീഡിയോ വന്നിരുന്നേ. ഞാനത് കാണിക്കാം. അതിനകത്ത് ഇവർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, അത് കാണിക്കാം. അതിന് മുന്നേ ഇതങ്ങോട്ട് തീർക്കണം നമുക്ക്. അപ്പം അതിലിവർ പറയുന്നത് വിളിയൊന്നും വന്നില്ലെന്നാ. പെട്ടെന്ന് ഇവർക്ക് അങ്ങോട്ട് വിളി വരുമായിരുന്നു, മനസ്സിലായില്ലേ? ബിഗ് ബോസിന് അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു തൊര, അയ്യോ എൻ്റെ രേണുമോളില്ലെങ്കിൽ എങ്ങനെയാ, രേണുമോളെ വിളിക്കണമല്ലോ, രേണുമോള് കാണണമാണല്ലോ സോഷ്യൽ മീഡിയ ഇന്ന് തകർത്തുകൊണ്ടിരിക്കുന്നത്, രേണുമോളിനെ വിളിച്ചേ പറ്റത്തുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് ബിഗ് ബോസ് മാമ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചു, രേണുമോളെ ഒടി വടി മോളെ, നിനക്ക് ഞാൻ ഡെയിലി 1 ലക്ഷം രൂപ വെച്ച് തരാം, നീ ഒടി വാ. അങ്ങനെ ആയിരിക്കുമോ ബിഗ് ബോസ് മാമൻ ചെയ്തത്? ചേച്ചി, ഏതൊരു ഏതൊരു കൊച്ചുകുഞ്ഞിനും മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് ഒരാഴ്ച മുമ്പെങ്കിലും, അല്ലെങ്കിൽ ഒരു 5 ദിവസം മുന്നെങ്കിലും വിളിച്ചെല്ലാം സെറ്റ് ചെയ്യത്തില്ലേ? അപ്പൊ പിന്നെ മറ്റേ വീഡിയോയുടെ അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഈ വീഡിയോയുടെ ഒരാവശ്യം എന്തായിരുന്നു? നാട്ടുകാർ വീണ്ടും കല്ലുവാരി എറിയത്തല്ലേ ഉള്ളു. ബാക്കി ചേച്ചി അനിയത്തും കൂടെ പറയുന്നത് നമുക്ക് കേൾക്കാം. ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വേദിയായിരുന്നു ബിഗ് ബോസ്, ഒരു ഹൗസായിരുന്നു ബിഗ് ബോസ് ഹൗസ്. അപ്പം ഏട്ടൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലെ നിങ്ങളോടൊക്കെയും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏട്ടന് പോകാൻ സാധിച്ചില്ല. പക്ഷെ എന്നെ ഇപ്പം വിളിച്ചത് ചിലപ്പോൾ ഏട്ടൻ ഏതോ ഒരു ലോകത്ത് ഇരുന്നുകൊണ്ട് എന്നെ വിടുന്നതാകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ചേച്ചി, ആ മനുഷ്യൻ ഏതെങ്കിലും ഒരു ലോകത്ത് സമാധാനമായിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അങ്ങേരെ ഒന്ന് അടക്കണമായിരുന്നു. ഹിന്ദു ആയിട്ട് ജനിച്ച മനുഷ്യനെ നിങ്ങൾ ഹിന്ദു ആയിട്ട് അടക്കിയില്ല, കൊണ്ട് കുഴിച്ചിട്ടു. അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യാനിറ്റി ആചാരപ്രകാരം പ്രോപ്പറായിട്ട് അയാളെ മാമോദിസയൊക്കെ മുക്കി നല്ലൊരു ക്രിസ്ത്യനായിട്ട് പുള്ളിയെ കൊണ്ട് അടക്കിയായിരുന്നെങ്കിൽ പുള്ളിയുടെ ആത്മാവിന് നല്ല രീതിയിൽ ശാന്തി കിട്ടിയേനെ. ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ആ ഒരു പരുവത്തിൽ ആ പാവ മനുഷ്യനെ എവിടെയോ കൊണ്ട് കുഴിച്ചിട്ട്, ആ കുഴിച്ചിട്ട സ്ഥലമൊക്കെ ഒരു ഉടായിപ്പ് ഫാദറിൻ്റെ, നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന്. അയാൾ പൊടിയും തട്ടിപ്പതേ ജയിലിനകത്തുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങേരെ കൊണ്ട് കുഴിച്ചിട്ടു. എന്തെങ്കിലും അയാളുടെ ആത്മാവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്നിട്ട് ഏതോ ലോകത്തിരുന്ന് പുള്ളി അനുഗ്രഹിക്കുന്നതാണെന്ന് രേണു ചേച്ചിയെ. ആ വ്യക്തി, സത്യം പറയാലോ, ഇത് പറയാൻ സങ്കടം തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും അതാണ് സത്യം.
അങ്ങേര് മരിച്ചത് ഇവരുടെ ശുക്രനായി മാറി. അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാ കേട്ടാ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ പറ. അതുകൊണ്ടാണ് പുള്ളിയുടെ പേര് വിടാതെ സുധിച്ചേട്ടാ അകത്തോട്ട് കയറിയപ്പോഴും കണ്ടതാണല്ലോ നിങ്ങൾ. എന്റെ സുധിച്ചേട്ടാ, ഞാൻ എത്തി സുധിച്ചേട്ടാ, എന്തരോ. ബാക്കി നമുക്ക് കാണാം. ഒത്തിരി തളരത്തില്ല. തളർന്നു കഴിഞ്ഞാൽ പിന്നെ രേണു സുധി ഇല്ല. സുധിച്ചേട്ടൻ ഒരുപാട് പോകാൻ ആഗ്രഹിച്ചതായിരുന്നു ബിഗ് ബോസിലേക്ക്. രേണുവിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചെന്ന് അറിഞ്ഞപ്പം സുധിച്ചേട്ടൻ ആദർശനായിട്ട് കൂടെയുണ്ട്. സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം കൂടെയുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിലുപരി ദൈവാനുഗ്രഹം. സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടൻ ജീവനോടുള്ളപ്പോൾ സുധിച്ചേട്ടൻ ഒരുപാട് ഘട്ടങ്ങൾ തള്ളിപ്പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിന്നാണ് സുധിച്ചേട്ടൻ. ആ ഒരൊറ്റ എന്താ പറയാ, ഒരൊറ്റ ധൈര്യത്തിലാണ് ഇപ്പം ചെയ്യാത്ത കുറ്റത്തിന് പോലും നമ്മളെ ഒരു പരിധി വരെ, ഒരു പകുതി സമൂഹം എതിർക്കുമ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കരുത്തും അതൊക്കെ തന്നെയാണ്. ചേച്ചി, നിങ്ങൾക്ക് അത്ര വലിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കായി പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു വനിത തന്നെയാണ്. ഞാൻ അതിനകത്ത് ഒന്നും പറയുന്നില്ല. പക്ഷേ മരിച്ചു മേളിലാണ് ഈ സുധിച്ചേട്ടനെ ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് വേണ്ട. മനസ്സിലായില്ലേ? പുള്ളി എല്ലാം നമ്മൾ പുറത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുള്ളി മരിച്ചു മേളിലാണ്. അങ്ങനെ ഒരു വ്യക്തി എനിക്ക് വലിച്ചു കീറി പുള്ളിയുടെ ഉടായ്പകൾ അങ്ങനെ ഇങ്ങനെ അതൊന്നും പറയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാത്തത്. പക്ഷേ പുള്ളി അങ്ങോട്ട് ഒരുപാട് വിശുദ്ധനാക്കാനൊന്നും ആരും കൂടെ വരണ്ട. പുള്ളി കടം മേടിച്ചവരുടെ ലിസ്റ്റ്, പുള്ളി കാണിച്ച തോന്നിവാസങ്ങൾ, ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ട്. പിന്നെ ആരും അതൊരു പരിധി കൂടുതൽ ഇങ്ങനെ വലിച്ചു കീറാത്തതിൻ്റെ മെയിൻ കാര്യം, ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പോലും അതിനെ വലിച്ചു കീറാൻ നിൽക്കാത്തത്, അല്ലെങ്കിൽ അവർ മോനെ വേണ്ട എന്ന് നമ്മളോടാണെങ്കിൽ പോലും പറയുന്നതിൻ്റെ മെയിൻ കാര്യം, നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നതും ആ ഒരു റെസ്പെക്റ്റ് കൊണ്ടാണ്. പുള്ളി ജീവനോടില്ല, മേളിലാണ്. അങ്ങനെ ഒരാളെ വേണ്ട. നിങ്ങളോ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കൊണ്ട് കുഴിച്ചിട്ടു. ഇനിയും നമ്മളും കൂടെ പുള്ളിയെ അങ്ങനെ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എന്ന് വെച്ചിട്ട് എല്ലാവരും മറ്റേ കുറ്റക്കാര്, നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കുടുംബക്കാരും മാത്രം പുണ്യാത്മാക്കള്, ആ കളി ഇറക്കണ്ട. ജനങ്ങൾ അത് കണ്ടോണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എന്തായാലും മുന്നോട്ട് തന്നെ പോകും. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യുന്നുമില്ല, ചെയ്യത്തുമില്ല. മനസാക്ഷി ഉള്ളവർക്കത് മനസ്സിലാവും. ഋതപ്പനുണ്ട്. കിച്ചു എന്ത് ചെയ്യാന്ന് ചോദിക്കും. കിച്ചുവിന് ഇന്ന് പല്ലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അവൻ ഇന്ന് അത് പോകും. 2-3 പ്രാവശ്യം അവനത് ക്യാൻസലാക്കിയായിരുന്നു ആ ഒരു ഡേറ്റ്. ഇന്ന് പോയാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുട്ടി ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് വന്നായിരുന്നു. പ്രൊഫൈൽ ഷൂട്ട് എടുക്കാൻ പെട്ടെന്ന് വന്നായിരുന്നു. അപ്പം അമ്മ പോയിട്ട് വരൂ, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കൂ, എൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കുട്ടി പോയത്. എല്ലാം പെട്ടെന്നായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് ഏഷ്യാനെറ്റ് ടീം പ്രൊഫൈൽ ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ വിളിച്ച ഉടനെ തന്നെ അവൻ ഓടി വന്നു. പെട്ടെന്നായിരുന്നു വിളി വന്നത്. ഞാൻ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ പാക്ക് ചെയ്യുന്നതും. കുറച്ച് ഡ്രസ്സ് മേടിച്ച് തരട്ടെ വാവേ? ഞങ്ങൾ എൻ്റെ ചാനൽ വീഡിയോ കാണുന്ന ആളുകളെ നമുക്ക് ചേച്ചിക്ക് കുറച്ച് ഡ്രസ്സ് ഇവിടുന്ന് അയച്ചു കൊടുത്താലോ? നമുക്ക് അയച്ചു കൊടുക്കാം ചേച്ചിക്ക് ബിഗ് ബോസിലേക്ക്. ചേച്ചിയുടെ കയ്യിൽ ഒന്നും ഇല്ലാന്ന്. ദാരിദ്ര്യമോ ദാരിദ്ര്യം, വാ തുറന്ന ദാരിദ്ര്യം. എന്തിനാണോ ഇത്ര ദാരിദ്ര്യം ഈ സ്ത്രീ പറയുന്നത്? കുറെ മറ്റെന്താണ് ഷോർട്ട് ഫിലിം അത് ഇതൊക്കെ ചെയ്യുന്നില്ലേ? കുറച്ച് കാശ് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അതിന് തുണി മേടിച്ച് പോയാൽ പോരെ. അതിനും ദാരിദ്ര്യം. എന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ടാണെന്ന് പെട്ടെന്ന് പറന്നു വരുമായിരുന്നു പ്രൊഫൈൽ ഷൂട്ടിന്. ഒന്നും വിളിച്ച് പറയിച്ചില്ലായിരുന്നു. ബിഗ് ബോസ് മാമ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇനി പെട്ടെന്ന് എല്ലാവരും നേരത്തെ കാലത്തെ കൂട്ടിയൊക്കെ വിളിച്ച് പറയണം. പാവൻ രേണുസുതിക്ക് ഡ്രസ്സ് മേടിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇനി പാവൻ ജനങ്ങൾ പറഞ്ഞ കണക്ക് നിങ്ങളാരും മറക്കരുത് കേട്ടോ. നമുക്ക് പിരിവിട്ട് ചേച്ചിക്ക് അയച്ചു കൊടുക്കാം ചെന്നൈയിലേക്ക്. എന്തായാലും ബാക്കി എനിക്ക് തോന്നുന്ന 1-2 ദിവസം കൂടെ ഉള്ളെന്ന് തോന്നുന്നു തുടങ്ങാൻ. അപ്പം ചേട്ടൻ്റെ അനുഗ്രഹം കിട്ടി. മനസ്സ് എനിക്കറിയാം, വായിച്ചറിയാം. ഇത്രയും നേരം മഴയില്ലാതിരുന്ന് പെട്ടെന്നൊരു മഴ പെയ്ത് ചേട്ടൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. പെട്ടെന്നത് പോവുകയും ചെയ്തു. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും ഒരുപാട് നന്ദി. മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് നന്ദി. ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്ക്. ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്ക്. കുറെ പേര് ചിലപ്പോൾ ഇപ്പോഴും എന്നെ തെറി പറയാൻ വരുമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ ഭാഗത്ത് തെറ്റെങ്കിൽ ഓക്കെ, ക്ഷമ ചോദിക്കുന്നു ഞാൻ. പക്ഷെ ഈ സാധനത്തിൻ്റെയിലൊക്കെ ശരിയെങ്കിൽ എടുത്ത് തലേ വെച്ച് ഡാൻസ് കളിക്ക്. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കാരണം ചില ആളുകൾ ഇപ്പോഴും വരും, അവളെ വെറുതെ വിടറാ, പാവം കൊച്ചടാ. ചേച്ചി, ഞാൻ പിടിച്ച് കെട്ടിയൊന്നും വിട്ടിട്ടില്ല അതിനെ. അത് വന്ന് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഒറ്റ മിനിറ്റ് കൊണ്ടെങ്കിൽ ബിഗ് ബോസ് എത്തി, വീട്ടിലെത്തി, പ്രൊഫൈൽ ഷൂട്ടൊക്കെ എടുത്ത് പോയി. ഇത് കാണുന്നവരെന്താ പൊട്ടന്മാരോ? ഇത്രയും പെട്ടെന്നൊന്നും അറ്റ്ലീസ്റ്റ് 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പെങ്കിലും എനിക്ക് കിട്ടിയ ഒരു അറിവ് വെച്ച് അവരെല്ലാം സെറ്റ് ചെയ്യും.
അല്ലാതെ പോകുന്നതിന്റെ തലേ ദിവസമോ 2 ദിവസം മുന്നേ ഒന്നും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ വൈൽഡ് കാർഡ് എൻട്രി ഇല്ലേ, അതിന് പോലും എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ ഗ്യാപ്പ് കാണുമായിരിക്കും ഇല്ലേ. പക്ഷെ ഇതെന്തുവാ ഈ പറയുന്നത്? ഇത് മറ്റേ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ, എന്തുവാ ചെയ്യണ്ടേ, എന്തുവാ പറയണ്ടേ, എന്നിട്ടാ പോയേക്കുന്നത്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഇനിയും ഈ വീഡിയോ ഇത് ഇന്നാണ് വന്നത്, ഇതിന് മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, അതിന്റെ മുമ്പ് അതായത് ബിഗ് ബോസിന്റെ തലേ ദിവസം ഗ്രാൻഡ് ലോഞ്ച് ഇന്നലെ എനിക്കൊന്ന് ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ വന്നൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ അത് മാത്രം ഒന്ന് കേട്ടോ, കൂടുതലൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല. ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു, വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? സൂചിച്ചേട്ടന്റെ വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ്. വീണ്ടും സുധിച്ചേട്ടന്റെ ആഗ്രഹം. സോ ഞാൻ പോയിരിക്കും. എത്തിയില്ലേ അവിടെ ഉണ്ടല്ലോ അല്ലേ, കണ്ടു ഞങ്ങള്. തലവേദന, അയ്യോ തലവേദന എടുക്കുന്നേ, ഇത്തിരി ചായ വേണേ. ഒരു ചായയുടെയും തലവേദനയുടെയും പേരും പറഞ്ഞ് ഇന്ന് അവിടെ ഉണ്ടാക്കിയ കോലാഹലം കണ്ടതാണല്ലോ നമ്മള്. അലറുവാ കിടന്ന്. തലവേദനയുള്ള ഏതെങ്കിലും മനുഷ്യൻ ഇങ്ങനെ കിടന്ന് അലറുവോടെ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അതിനും മാത്രം അവിടെ കിടന്ന് അലറിയത്. ഇതിനകത്തു നിന്നൊക്കെ ഈ സ്ത്രീ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഇല്ലേ? നിങ്ങൾ പറ. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. എപ്പിസോഡ് റിവ്യൂ ഇപ്പോൾ വരുവേ, കാണണേ.